പരിശോധന ചെയ്യണം. പിന്നെ അവൾ 33 ദിവസം തന്റെ രക്തശുദ്ധീകരണത്തിലിരിക്കണം. അവളുടെ ശുദ്ധീകരണ കാലം തികയുന്നതുവരെ അവൾ യാതൊരു വിശുദ്ധ വസ്ത്രവും തൊടരുത്. പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 2 ആഴ്ച യുദ്ധകാലത്തെന്ന പോലെ ശുദ്ധിയായിരിക്കണം. പിന്നെ 66 ദിവസം തന്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം. പിന്നെ മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ തന്റെ ശക്തശുദ്ധീകരണത്തിലിരിക്കണം. പിന്നെ തന്റെ രക്തശുദ്ധീകരണത്തിലിരിക്കണം. പിന്നെ മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ അവളുടെ ശുദ്ധീകരണ കാലത്തിന് ശേഷം അവൾ 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായും 1 പ്രാവിൻ കുഞ്ഞിനെയോ 1 കുറുപ്രാവിനെയോ പാപയാഗത്തിനായും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൾ ശുദ്ധയാകും. യഹോവ വീണ്ടും മോശയോട് അരുളിച്ചത്, നീ അവരോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറയുക, ഇസ്രായേൽ ഗൃഹത്തിലോ ഇസ്രായേലിലുള്ള പരദേശികളിലോ ആരെങ്കിലും കർത്താവിന് ഹോമയാഗമായിട്ട് അർപ്പിക്കുന്ന നേർച്ചയും സമാധാനദാനങ്ങളും ഇവയിൽ ഏതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കാനായി അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരു ആണായിരിക്കണം. ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്. അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. ഒരുവൻ നേരത്തെ വൃത്തിക്കായിട്ടോ സ്വമേധാദാനമായിട്ടോ യഹോവയ്ക്ക് മാടുകളിൽ നിന്നോ ആടുകളിൽ നിന്നോ ഒന്നിനെ സമാധാനയാഗമായി അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാനായി ഊനമില്ലാത്തതായിരിക്കണം. അതിന് ഒരു കുറവുണ്ടായിരിക്കരുത്. കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും കർത്താവിന് അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനെയും യഹോവയ്ക്ക് യാഗകുടത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത്. അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധാദാനമായി അർപ്പിക്കാം. എന്നാൽ നേർച്ചയായി അത് പ്രസാദമാകയില്ല. ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാകുന്നല്ലോ. മുമ്പ് ശൗൽ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോഴും നായകനായ ഇസ്രായേലിനെ നടത്തിയത് നീയായിരുന്നു. നീ എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുകയും ഇസ്രായേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യണമെന്ന് യഹോവ നിന്നോട് അരുളിച്ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മുൻമാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവൻ ദാവീദിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരമാണ്. അവൻ ഹെബ്രോനിൽ യഹൂദായ്ക്ക് 7 സംവത്സരവും 6 മാസവും യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിലും യഹൂദയ്ക്ക് 33 സംവത്സരവും രാജാവായി വാണു. രാജാവും അവന്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടക്കാൻ കഴിയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കില്ല, നിന്നെ തടുപ്പാൻ ഉരുടലും മുടന്തലും മതി എന്ന് പറഞ്ഞു. ദാവീദ് ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിപ്പാൻ വന്നു. ദാവീദ് അത് കേട്ടിട്ട് ദുർഗത്തിൽ കടന്നു പാർത്തു. ഫെലിസ്ത്യർ വന്ന് രഫായീം താഴ്വരയിൽ വരുന്നു. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പുറപ്പെടുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ ദാവീദിനോട് അരുളിച്ചെയ്തു. അങ്ങനെ ദാവീദ് ബാൽപെരാസീമിൽ ചെന്നു. അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ യഹോവയുടെ മുമ്പിൽ എന്റെ ശത്രുക്കളെ